വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഹംലൂസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കാണിക്കുന്നുണ്ട്. ഞാൻ ബട്ടർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൊക്കോ ബട്ടർ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഗീയോ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി തയ്യാറാക്കുന്നതിന്. ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ നട്ട്സൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം വൈറ്റ് ചോക്ലേറ്റ് ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിന് പകരം ഐസിങ് ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 5 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറാണ് ഉപയോഗിക്കുന്നത്. സെയിം ടേബിൾ സ്പൂണിൽ തന്നെ അളക്കാൻ ശ്രദ്ധിക്കുക. ഇത് രണ്ടും സെയിം ആയിട്ടുള്ള ടേബിൾ സ്പൂണാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂണിൽ അളന്നെടുക്കുന്നത്. ഇതിന് പകരം വെജിറ്റബിൾ ഗീ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ കൊക്കോ ബട്ടർ കിട്ടുകയാണെങ്കിൽ അതോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 2-3 തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒരു പാനിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇത് ഇറക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സ്മൂത്താക്കി എടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിൽ ഈ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കട്ട ഉണ്ടാവും. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഷുഗറൊക്കെ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് മെൽറ്റായി നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടി ഒന്ന് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയാണ്. ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കുഴിയുള്ള മോൾഡാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സിലിക്കണിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മോൾഡ് ഉണ്ടെങ്കിൽ എടുക്കാം. ഇനി ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി മാത്രം നിറച്ചിട്ട് നട്ട്സ് ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് ബാക്കി പകുതി കൂടെ ഒഴിച്ചിട്ട് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രീസറിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി. ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അടുത്തതായിട്ട് മിൽക്ക് ചോക്ലേറ്റ് ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഈ കൊക്കോ പൗഡറിലൊക്കെ നന്നായിട്ട് കട്ടയുണ്ടാവും, നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർക്കാം. ഇതിലേക്ക് ഒരു 2-3 തുള്ളി ചോക്ലേറ്റിൻ്റെ എസൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഇതിന് പകരം വാനിലയുടെ എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇതിന് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഈ പരന്ന പാനിന് പകരം അല്ലാതുള്ള നമ്മൾ ചായയൊക്കെ ഇടുന്ന പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ പാൻ യൂസ് ചെയ്തതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മിക്സായിട്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മുകളിലേക്ക് ഒഴിച്ചിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ചോക്ലേറ്റ് സെറ്റായിട്ടുണ്ട്. ഒരു ചെറിയ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊന്ന് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റും സെറ്റായിട്ടുണ്ട്. മിൽക്ക് ചോക്ലേറ്റ് നന്നായിട്ട് സെറ്റായിട്ടില്ല, അതുകൊണ്ടാണ് ഒന്ന് മെൽറ്റായ പോലെ ഇരിക്കുന്നത്. ചോക്ലേറ്റിൻ്റെ റെസിപ്പിക്ക് എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ളതാണ്, അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹംലൂസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്